സിസ്റ്റം. അവരുടെ തന്നെ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ സ്കൂളിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് നമ്മുടെ NIOS എന്നുള്ളത്. പോസിബിലിറ്റീസും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. നമ്മളിവിടെ കേരളത്തിൽ ഇരുന്നിട്ട് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ പറഞ്ഞ ഒരുപാട് സെക്ടറുകളൊക്കെ നമ്മൾ കുട്ടികൾ വരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ആ വാല്യൂ ആണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. അതന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ മെഡിക്കൽ കോഴ്സുകളിലോട്ടും നമ്മുടെ കുട്ടികൾക്ക് +2 NIOSൽ ബയോസയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാൻ സാധിക്കും. +2 കഴിഞ്ഞു, ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2021 പരീക്ഷ എഴുതിയിരിക്കണല്ലേ, നമ്മുടെ റിസൾട്ട് ഒക്കെ വരാൻ പോവാണ്. അടുത്ത മാസമൊക്കെ നമുക്ക് റിസൾട്ട് വരും. അതിന് മുമ്പായിട്ട് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, സാറേ ഈ NIOS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉണ്ടോ, അതിന് അംഗീകാരം? ഞാൻ ഇപ്പോൾ +2 10ാം ക്ലാസ്സൊക്കെ പഠിച്ചു, പരീക്ഷ എഴുതി പാസ്സാവൊക്കെ തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഇനി പാസ്സായാൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് എല്ലാ മേഖലയ്ക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതിന് അംഗീകാരം ഉണ്ടോ, അതിന് വാല്യൂ ഉണ്ടോ, അതിന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ NIOS സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളതും മാത്രമല്ല എപ്പോഴും നിങ്ങൾ എഴുതി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്താണെന്നുള്ളതും കമ്പയർ ചെയ്തിട്ട് മറ്റുള്ള ഇതേപോലെ ബോർഡുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ NIOS വ്യത്യസ്തമാവുന്നത്, യുണീക്ക് ആവുന്നത്, വെർസറ്റൈൽ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2025 +2 പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇതിൽ ഏതിലാണെങ്കിലും +2 പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് അടുത്തൊരു മാസമാണ് നമ്മുടെ റിസൾട്ട് വരിക. ജൂൺ 20 ആയിട്ടാണ് നമ്മുടെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് 1 മന്ത് ഗ്യാപ്പ് ഔട്ടുണ്ട്. റിസൾട്ട് വരാൻ ഒരു മാസം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തെ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതാണ് ഇനി +2 റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കോഴ്സ്, ഡിഗ്രി ആണോ അതല്ലെങ്കിൽ വേറെ ഡിപ്ലോമ കോഴ്സുകളാണോ, അതല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയിലോട്ട് പോകാനാണ് നല്ലത്, മാത്രമല്ല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന, നല്ല രീതിയിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന ജോബ്, അല്ലെങ്കിൽ എബ്രോഡിൽ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ സ്കോപ്പുള്ള അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് മൈഗ്രേഷൻ അസിസ്റ്റൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇനി +2 കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ഒരു കോഴ്സ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നിങ്ങൾക്ക് നടത്തുന്ന സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്, സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസിന്റെ പ്രീ ബുക്കിംഗ് ആയിരുന്നു വരെ നടന്നത്. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ബാച്ചിലോട്ടാണ് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീക്ക് തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു വീക്ക് തന്നെ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങും. ഇപ്പോൾ നമുക്ക് ഏകദേശം 6000+ എൻട്രീസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുട്ടികൾ ഒരുപാട് പേര് ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മെയിനായിട്ട് നമുക്ക് കുട്ടികൾ വരുന്ന NIOSൽ പരീക്ഷ എഴുതി ഇപ്പോൾ റിസൾട്ട് കാത്തിരുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ പല ഏജുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ ഒരു +2 പഠിച്ചിട്ടുണ്ടാവുക. അതിൽ തന്നെ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്നു നോക്കുന്ന ആളുകളുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ളതും ഓൺലൈൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോക്ക് ഒരുപാട് കുട്ടികൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. കാരണം അവരൊക്കെ ആഗ്രഹിച്ച, അവർക്കൊക്കെ അറിയാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കൺസേൺസ് തന്നെ നമ്മൾ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ, തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും. എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസിനെ കുറിച്ച് മറക്കേണ്ട മക്കളെ, ഇതെല്ലാം മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഡിഗ്രി ഫൗണ്ടേഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറോട്ട് വേഗം തന്നെ വിളിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ മക്കളെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ NIOSന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ NIOS സർട്ടിഫിക്കറ്റിന്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NIOS എന്നുള്ള സർട്ടിഫിക്കറ്റിനെ വെച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതേഴ്സ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ ഈ NIOS എടുക്കാൻ തീരുമാനം എടുത്തത് അല്ലെങ്കിൽ NIOS നിങ്ങൾ എടുത്തത് ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ അന്വേഷിച്ചു, അതായത് ഒരുപാട് XYZ എന്ന ഒരുപാട് ബോർഡുകൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നൊക്കെ മാറ്റം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് NIOSലോട്ട് വന്നത്, ഒരുപാട് കാലം നമ്മളത് ഇതിനെ ചെക്ക് ചെയ്തിട്ടും വാല്യൂ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. സോ NIOS കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്ന കോഴ്സാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് ഈ കോഴ്സ് നടത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് NIOS എന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് നാഷണലി നമ്മുടെ ഇന്ത്യ മൊത്തം നമുക്ക് ഈ ഒരൊറ്റ ബോർഡ് എക്സാം തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം CBSE, ICSE ഒക്കെ സെൻട്രൽ ബോർഡിന്റെ ICSEന്റെ ഒക്കെ അതേ സ്റ്റാൻഡേർഡുള്ള സിലബസ് തന്നെയാണ് NIOS എന്നുള്ള ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം. അവരുടെ തന്നെ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ സ്കൂളിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് നമ്മുടെ NIOS എന്നുള്ളത്. ഈ NIOSന്റെ കൂടെ തന്നെ നമുക്കറിയേണ്ട ഒരുപാട് കോഴ്സുകൾ, സ്റ്റേറ്റ് ബോർഡുകളുടെ ആയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രൈവറ്റ് ബോർഡുകളായിട്ടുള്ള ഒരുപാട് മറ്റുള്ള ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാന്ന് പറഞ്ഞിട്ടുള്ളത്, പരീക്ഷ എഴുതാ സർട്ടിഫിക്കറ്റ് തരാന്നുള്ളതും, പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് ബോർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ബോർഡുകളോടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത്
കൺസേൺ ആണ്. കാരണം ഇതൊന്നും എടുത്തിട്ടുള്ള കുട്ടികൾ പിന്നെ അതൊന്നും കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ 2019 നമ്മുടെ NIOSന്റെ കുട്ടികൾ ബാച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ പോകാൻ പറ്റും. എൻ്റെ കുട്ടികൾ ഈ പറഞ്ഞ MCAയിൽ എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫാർമസി കൗൺസിലിൽ പഠിക്കുന്നുണ്ട്, നഴ്സസ് കൗൺസിൽ അംഗീകാരത്തിൽ നമുക്ക് കോളേജുകൾ പഠിക്കുന്നുണ്ട്, AIU ഇന്ത്യയിൽ പല കോളേജുകളിലും പഠിക്കുന്നുണ്ട്, AICT ടെക്നിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് കീഴിലുള്ള കോളേജുകൾക്കൊക്കെ നമ്മുടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ നമ്മൾ +2 കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിലോട്ടൊക്കെ എൻ്റെ കുട്ടികൾ പോകുന്നത് അവർ ചൂസ് ചെയ്ത കോഴ്സ് NIOS ആണ് എന്നുള്ളത് മാത്രമല്ല, NIOS തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോമ്പിനേഷൻ വാല്യൂ ഉള്ള കോമ്പിനേഷൻ സബ്ജക്ട്സ് പഠിച്ച് നമ്മുടെ കേരള ബോർഡിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ള കോമ്പിനേഷൻ പഠിച്ച കുട്ടികൾക്ക് ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ഫസ്റ്റ് നമുക്കറിയാം MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം മെഡിക്കൽ രംഗത്ത്, അതായത് MBBS ഒക്കെ പോലെ തന്നെ നീറ്റിൻ്റെ കീഴിലുള്ള എക്സാംസുകളൊക്കെ, നീറ്റ് എക്സാം പോലെയുള്ള പരീക്ഷകൾ നടത്തുന്ന അല്ലെങ്കിൽ അതിന് സെലക്ഷൻ വരുന്ന ഏതൊക്കെ MBBS, BDS, BHMS, BAMS, BVS ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മെഡിക്കൽ കോഴ്സുകളിലോട്ടൊക്കെ +2 NIOSൽ സയൻസ് എടുത്ത ബയോസയൻസ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് +2 NIOSൽ ബയോസയൻസ് പാസ്സായ കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് MCA അപ്രൂവ്ഡ് ആണ്. ആ MCAയുടെ അപ്രൂവലാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് അപ്രൂവ്ഡ് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ബോർഡുകളിലോട്ട് പോകുമ്പോൾ MCAയുടെ അപ്രൂവൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമുക്ക് അപ്രൂവൽ കിട്ടും. അപ്പോൾ നമുക്ക് NIOS എന്ന് പറയുന്നത് കേന്ദ്ര ബോർഡാണ്, നാഷണൽ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എല്ലാ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഇതല്ല നമ്മൾ സ്റ്റേറ്റ് ബോർഡിലോട്ടൊക്കെ പോകുമ്പോൾ അത് ആ ഒരു ജൂറിസ്ഡിക്ഷനിലായിരിക്കും. ഓക്കെ, നാഷണൽ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിൽ നമുക്ക് പഠിക്കാം, പ്രശ്നമില്ല. പക്ഷേ സ്റ്റേറ്റ് ബോർഡുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റിനായിരിക്കും അതിൻ്റെ അഡ്മിഷൻ പോസിബിലിറ്റീസും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. നമ്മളിവിടെ കേരളത്തിൽ ഇരുന്നിട്ട് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് നമ്മൾ റെഗുലർ ആണ് എടുക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്കത് ജൂറിസ്ഡിക്ഷൻ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കുക. പൊതുവേ നിങ്ങൾക്കറിയാം ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ അണ്ണാമലൈ, ഭാരതിയാറൊക്കെ പറഞ്ഞ് പണ്ട് കാലങ്ങളൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ടായിരുന്നു. അവിടേക്ക് ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് UGC അംഗീകരിക്കാത്തതുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊന്നും ഇതിന് അപ്രൂവൽ കൊടുക്കുന്നില്ല. അതേപോലെ നമ്മൾ NIOS എക്സാമിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ അപ്രൂവലും ഉണ്ട്. അത് നാഷണൽ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്രൂവൽ ഉണ്ട്. കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വി ആർ കമ്പയറിംഗ് വിത്ത് അതർ പ്രൈവറ്റ് ബോർഡ്സ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ മെഡിക്കൽ കോഴ്സുകളിലോട്ടും നമ്മുടെ കുട്ടികൾക്ക് +2 NIOSൽ ബയോസയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്കറിയാം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഫാർമസി കൗൺസിൽ നമുക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് B.Pharm-നൊക്കെ പോകാൻ പറ്റുമെന്ന് ഒരുപാട് കുട്ടികളോട് ചോദിച്ചാണ്. +2 NIOS എടുത്ത് കഴിഞ്ഞാൽ B.Pharm-ന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. B.Pharm-ന് പോകാൻ പറ്റും. കാരണം എന്താ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫാർമസി കൗൺസിൽ ഈസ് അപ്രൂവിംഗ് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. സോ നിങ്ങൾക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും. സോ B.Pharm-ന് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം നഴ്സസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നഴ്സിംഗ് കൗൺസിൽ, അതായത് നമുക്കറിയാം BSc നഴ്സിംഗിന് പോകാൻ പറ്റുന്നുള്ളത്. BSc നഴ്സിംഗിന് നിങ്ങൾക്ക് പോവാം. ഇതിനൊക്കെ B.Pharm-നും BSc നഴ്സിംഗിനൊക്കെ നമ്മൾ എന്താ എടുക്കേണ്ടത്, ബയോസയൻസ് ആണ് എടുക്കേണ്ടത്. എടുത്താൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്താ, AIU അപ്രൂവ്ഡ് ആണ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അസോസിയേഷനാണ് നമ്മൾ AIU എന്ന് പറയുന്നത്. AIU അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏത് സർവകലാശാലകളിലും നിങ്ങൾക്ക് പോയിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റിക്കും ഈ AIU ഞാൻ എൻ്റെ അംഗീകാര സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. സോ AIU ഈസ് അപ്രൂവിംഗ് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അതിൻ്റെ അർത്ഥം എന്താ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റികളിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമുക്ക് ആ കോളേജിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞ അംഗീകാരം എന്ന് പറയുന്നത്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AICT അപ്രൂവ്ഡ് ആണ്. AICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അത് നമുക്ക് B.Tech ഒക്കെ പോലെ, നമ്മൾ നേരത്തെ മെഡിക്കലാണ്, ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ B.Tech-ഓ BArch-ഒക്കെ പോലത്തെ മേഖലയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ AICT അപ്രൂവലാണ് നോക്കുക. സോ അതിന് നമ്മൾ സയൻസ്, ബയോസയൻസ് ആവണമെന്നില്ല, മാത്തമാറ്റിക്സ് സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും നമുക്കത് വെച്ചിട്ട് NIOSൽ കമ്പ്യൂട്ടർ സയൻസോ മാത്സ് സയൻസോ എടുത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ B.Tech-ന് പോകാൻ പറ്റും. എൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് പാസ്സായുള്ള ഒരുപാട് കുട്ടികൾ ഒരുപാട് കോളേജുകളിൽ പ്രൈവറ്റ് ആയിട്ടും അതേപോലെ ഗവൺമെൻറ് സെക്ടറിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, B.Tech അല്ലെങ്കിൽ BE ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ B.Pharm ചെയ്യുന്നുണ്ട്, BSc നഴ്സിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഒരുപാട് സെക്ടറുകളൊക്കെ നമ്മൾ കുട്ടികൾ വരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ആ വാല്യൂ ആണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, +2 കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ UGC-യുടെ അപ്രൂവലോടെയാണ് നടക്കുന്നത്. സോ UGC അപ്രൂവൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് UGC-യുടെ കീഴിലാണ് നമുക്ക് വാല്യൂ ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും വരിക. തീർച്ചയായിട്ടും അത് നമ്മുടെ NIOS അപ്രൂവ്, UGC നമ്മുടെ NIOS കോഴ്സുകൾ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സയൻസ് ആണെന്നില്ല, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്താലും നമുക്ക് ഈ സെക്ടറിലോട്ടോ ആർട്സ് കോഴ്സിലോട്ടൊക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ എന്നോട് കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചാണ്, സാറേ PSCക്ക് വാല്യൂ ഉണ്ടോ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ കേരള PSC, കേരള പബ്ലിക് സർവീസ് എക്സാമിനേഷനോ ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മക്കളെ, നമ്മളെ കുട്ടികൾ ഇവിടെ സയൻസ് എടുത്തിട്ട് ആർമി, നേവി ഒക്കെ പോലെ മെർച്ചന്റ് നേവിക്കൊക്കെ സയൻസ് വേണം. സോ മെർച്ചന്റ് നേവി റിക്രൂട്ട്മെന്റ് ഒക്കെ നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർമി, നേവി ഒക്കെ പോലെ
പോലത്തെ അല്ലെങ്കിൽ RRBSSC ഒക്കെ പോലത്തെ ഏത് കേന്ദ്ര ഗവൺമെൻറ് എക്സാമിനേഷനും NUSൽ +2 പാസ്സായ കുട്ടിക്ക് എടുക്കാൻ പറ്റും. കാരണം UPSCയും അതേപോലെ നമ്മുടെ KPSC ഒക്കെ അപ്രൂവ്ഡ് ആണ്. ദെൻ ഫൈനലി നമുക്കറിയാം എമിഗ്രേഷൻ സർട്ടിഫിക്കേഷൻ, എമിഗ്രേഷൻ ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കേരളത്തിലൊക്കെ 10ാം ക്ലാസ് യോഗ്യതയിലാണ് നമ്മൾ 10ാം ക്ലാസ് എനിക്ക് എടുക്കണം, 10ാം ക്ലാസ് എടുത്തിട്ട് എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. പക്ഷേ ഈ ഒരു 10ാം ക്ലാസിൻ്റെ കേസിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ NUS എടുത്താൽ മാത്രം പോരാ, NUSൽ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ നമ്മൾ കേരളൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻ ആയിരിക്കണം. ഏതൊക്കെ? മാത്സ് ഉണ്ടായിരിക്കണം, സോഷ്യൽ ഉണ്ടായിരിക്കണം, സയൻസ് ഉണ്ടായിരിക്കണം, ദെൻ ഇംഗ്ലീഷും മലയാളം. ഇത്ര സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് എമിഗ്രേഷൻ ക്ലിയറൻസ് അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ എല്ലാവിധ അംഗീകാരമുള്ള 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് അംഗീകരിക്കുക. സോ ഈ ക്ലിയറൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട്സുകൾ NUSൽ എടുക്കുകയാണെങ്കിൽ കിട്ടും. ഓക്കെ, 10ാം ക്ലാസ്സിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് എടുത്തിട്ട് കിട്ടുന്നില്ല പറയുന്ന മക്കൾ, അത് NUSൻ്റെ പ്രശ്നമല്ല, NUSന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല. തീർച്ചയായിട്ടും NUSലെ സബ്ജക്ട് കോമ്പിനേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സബ്ജക്ട് കോമ്പിനേഷൻ എന്താണുള്ളത്. സോ അത് നോക്കിയിട്ട് ആ കോമ്പിനേഷനിൽ എടുക്കാം. മെയിനായിട്ട് ഇതാണ് 10ാം ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ സയൻസ്, സോഷ്യൽ, മാത്സ് നിർബന്ധമാണ്. സോ അത് എടുക്കുന്ന കുട്ടികൾക്കാണ് ഈ പറഞ്ഞ എമിഗ്രേഷൻ. മാത്രമല്ല മക്കളെ 10ാം ക്ലാസ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു 10ാം ക്ലാസ് പഠിച്ച് NUSലൂടെ പാസ്സായി കഴിഞ്ഞാൽ +1ക്ക് റെഗുലറായിട്ട് ഗവൺമെൻറ് കോളേജുകളിൽ പോകാൻ പറ്റും, സ്കൂളുകളിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇതുവരെ നമുക്കങ്ങനെ പറ്റിയിരുന്നു. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുതിയ പ്രോസ്പെക്ടസ് 2025-26 പുതിയ അക്കാഡമിക് പ്രോസ്പെക്ടസ് പ്രകാരം ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 10ാം ക്ലാസ് ഇപ്പോൾ ഒരു 15-16 വയസ്സിൽ കൂടി 10ാം ക്ലാസ് NUSൽ പാസ്സായി കഴിഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് +1ക്ക് ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ഡയറക്റ്റ് ഗവൺമെൻറ് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ റെഗുലറിൽ പഠിക്കാൻ പറ്റുന്നില്ല. പകരം നമുക്കറിയാം കേരളത്തിൽ തന്നെ നമുക്കറിയാം സ്കോൾ കേരള എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സ്കോൾ കേരളയിൽ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ +1 +2 പഠിക്കാൻ പറ്റും. സോ ഇവിടെ NUSലൂടെ 10ാം ക്ലാസ് പാസ്സാവുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും +1ക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക സ്കോൾ കെയർ ഉണ്ടായത് പ്രൈവറ്റ് ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അത് ഇപ്പോൾ ഈ സ്കോൾ കേരളയിൽ നമ്മൾ 10ാം ക്ലാസ് പാസ്സായാലും റെഗുലർ പാസ്സായ സർട്ടിഫിക്കറ്റ് ഒക്കെ സെയിം തന്നെയാണ്, സർട്ടിഫിക്കറ്റ് മാറ്റുന്നില്ല. പറയുന്നത് നമുക്ക് അലോട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. പുതിയ അപ്ഡേറ്റ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മക്കളെ, അതും കൂടി നോക്കുക. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കേരളത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്കോൾ കേരളയിൽ +1 +2 പോകാൻ പറ്റും. സോ അതാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NUSനെ കുറിച്ച്, സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ അതർ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഏജിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരൊറ്റ മാനദണ്ഡമുള്ളൂ. ഏത് NUS സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട ഏജ് ലിമിറ്റ് ഏജ് ബാർ മാത്രമാണ്. സോ ഏജ് ബാറിൻ്റെ ഉള്ളിൽ, അതായത് നമുക്കറിയാം ഓരോ കോഴ്സിനും പ്രായപരിധി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ PSC ഒക്കെ ആണെങ്കിൽ 35-38 ഒക്കെ ഉണ്ടാവും. സോ 50 വയസ്സുള്ള ഒരാൾ NUS എടുത്തിട്ട് PSC കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ NUSൻ്റെ പ്രശ്നമല്ല, നമുക്ക് പ്രായം കൂടിയതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രായപരിധികൾ മാത്രമേ ഇതിനൊരു ചലഞ്ച് ഉള്ളൂ. അതല്ലാതെ നമ്മൾ NUS സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എടുത്ത സബ്ജക്ട്സ് വാല്യൂഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ സബ്ജക്ട്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഏത് മേഖലയോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അംഗീകാരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. സോ ഇപ്പോൾ ഏകദേശം എന്താ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ്, അതിനംഗീകരിക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരമാണ് മക്കളെ. ഈ വീഡിയോയിലായി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ എന്ത് സംശയങ്ങൾ ഈ NUS കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞെന്താ, നമ്മുടെ NUS സബ്ജക്ട്സുകൾ എടുത്ത് പഠിച്ച വാല്യുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും അംഗീകാരങ്ങൾ, ഇത്രയും സാധ്യതകൾ നമ്മൾ മുമ്പിൽ വെക്കണം. സോ അതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മറക്കണ്ട മക്കളെ, +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിന് എൻട്രി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായും ഫ്രീ ആയിട്ട് ഈ ക്ലാസ്സുകൾ ലഭിക്കും. മാത്രമല്ല റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾക്ക് അത് തീരുമാനിക്കാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ആപ്റ്റ്യൂഡ് ടെസ്റ്റുകൾ, അതുപോലെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ 1-to-1 കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ വരാൻ പോകുകയാണ്. സോ ഈ വീക്ക് തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേഗം തന്നെ നിങ്ങൾ എൻ്റർ ചെയ്തോളൂ. താഴെ നമ്മളോട് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.